ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വറുത്തരക്കാത്ത ചെമ്മീൻ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായി ഞാൻ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേണ്ടുന്ന സാധനമാണ് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് ഒരുപാട് പൊടിച്ചിട്ടില്ല, അതിങ്ങനെ കുറച്ച് ക്രഷ് ചെയ്തെടുത്തതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി. പിന്നെ എടുത്തത് 2 പച്ചമുളക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 5-10 വെളുത്തുള്ളി അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബൗള് നിറയെ ചെറിയ ഉള്ളിയാണ് എടുത്തത്. അതുപോലെ തന്നെ ചെറിയ മീഡിയം സൈസ് തക്കാളി 3 എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. 2 കുടംപുളി എടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ സമയമായി ഉപ്പിട്ട് വെച്ചതാണിത്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ചെമ്മീൻ കറി വെക്കാൻ ആവശ്യമായ ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്ക് ഒരു 10-15 മണി ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി നിങ്ങൾ ഇതിൽ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ തേങ്ങയൊന്നും വറുത്തരക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ഉള്ളിയാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നിങ്ങളിത് പരമാവധി സ്കിപ്പ് ചെയ്യാതെ ചെറിയ ഉള്ളി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഉള്ളി നന്നായി ഒന്ന് വാടി വന്നോട്ടെ, അതുവരെ നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച മീഡിയം സൈസ് 3 തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായി നമുക്ക് വേവിച്ച് ഉടച്ചെടുക്കണമെന്ന്, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയുമാണ് ഞാൻ മസാലപ്പൊടി ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ മസാലപ്പൊടികളെല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് ഗ്രേവി വേണ്ടുന്നത് അത്രയും വെള്ളം നിങ്ങൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു അരപ്പാട്ട ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ആദ്യം നമ്മൾ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് ഇച്ചിരി കൂട്ടി കൊടുക്കാം. കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കറി ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിന് പാകത്തിന് ഉപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ഗ്രേവി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഗ്രേവിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ചെമ്മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പതുക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കൈക്ക് തെറിക്കും. ചെമ്മീൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അതൊന്ന് ആദ്യം തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ ചെമ്മീൻ ഇട്ടതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പും എരിവെല്ലാം നോക്കാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമ്മൾക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. കറി റെഡിയായി നോക്കാം. അപ്പോൾ ചാറൊക്കെ പരുവത്തിനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് വറവിടാൻ ഞാൻ ഒരു ചെറിയ സവാളയുടെ പകുതിയും 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വറവ് കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റിയായ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.